ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ തൈര് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ട തൈര് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പലരും പറഞ്ഞു കേൾക്കുന്ന എന്നാണ് അവർ ഉറയൊഴിക്കുമ്പോൾ, അതായത് നമ്മൾ തൈരുണ്ടാക്കുന്നതിന് ഉറയൊഴിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തൈര് ഉണ്ടാക്കുമ്പോൾ അതൊന്നുകിൽ പാല് പിരിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുന്നു, അല്ലെങ്കിൽ കട്ടിയില്ല ലൂസായിട്ട് കിടക്കുന്നു, ഇങ്ങനെ പീരയും വെള്ളം പോലെ കിടക്കുന്നു, ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന, അതായത് ഞാൻ ഉറയൊഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന തൈര് നല്ല കട്ട തൈരാണ്. അതായത് അത് കണ്ടിട്ട് ചിലരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു കത്തി ഉണ്ടെങ്കിൽ അലുവ പോലെ കട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന്. അത്ര കട്ടിയായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അതുപോലെ നല്ല കട്ടിയുള്ള തൈര് കിട്ടും. ഇനി അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. പാല് നമ്മൾ തിളപ്പിക്കാൻ ഗ്യാസിൽ വെക്കുമ്പോൾ, അതായത് എനിക്കിവിടെ പശുവിൻ്റെ പാല് ഡയറക്റ്റ് കിട്ടത്തില്ല, കവർ പാലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കട്ടിയുള്ള പാല്, കട്ടിയില്ലാത്ത പാല് അത് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പാല് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം, അത് മസ്റ്റാണ്. കാരണം വെള്ളം ചേർക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പാൽ ഉറയൊഴിക്കാൻ കാച്ചുന്നത് നല്ലപോലെ വേവണം. അപ്പോൾ വെന്തില്ലെന്നുണ്ടെങ്കിൽ തൈര് നല്ലത് കിട്ടത്തില്ല. അപ്പം വെള്ളം ഒഴിച്ചില്ല എങ്കിൽ ഈ പാല് പറ്റത്തേ ഉള്ളൂ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത്. ഒരു 1/2 ലിറ്റർ പാലാണെങ്കിൽ 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം ചേർക്കും, ചിലപ്പോൾ 1 ഗ്ലാസും ചേർക്കും. അത് പാലിൻ്റെ കട്ടി അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക, പാല് കട്ടിയുള്ളതാണോ ഇല്ലയോ അതിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് പാല് തിളപ്പിക്കുമ്പോൾ തിളപ്പിക്കാൻ ഇട്ടേച്ച് അത് അതിൻ്റെ വഴിക്ക് പോകരുത്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അത് അവോയ്ഡ് ചെയ്യാനാണ് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് തീ ഏറ്റവും സ്ലോ ആയിട്ടിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഇതിങ്ങനെ ഇട്ടേക്കണം. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ വെള്ളം നല്ലപോലെ പറ്റാനും പാല് നല്ലപോലെ വേവാനും. കാരണം വെന്ത പാലിൻ്റെ ഒരു മണം, പ്രത്യേക മണമാണ് അത്. സാധാരണ പാല് തിളച്ച് കഴിയുന്ന ഉടനെ അത് വെന്ത മണം വരത്തില്ല. അപ്പോൾ ഈ വെള്ളം ഒട്ടുമില്ലാതെ നമുക്ക് തൈര് ഒഴിച്ചാലേ ഇതിൻ്റെ നല്ല തൈര് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് 2-3 മിനിറ്റ് അങ്ങനെ ഇട്ടേച്ച് അതിന് ശേഷം ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇനി ഈ പാല് തിളച്ച് തൂവാതിരിക്കാൻ പലർക്കും പറ്റുന്ന അബദ്ധമാണ് പാല് തിളച്ച് തൂവുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു തവി എടുത്ത് മേളിൽ വെച്ചാൽ മാത്രം മതി. പാല് പൊങ്ങി വരുന്നത് അതിൽ തട്ടി നിന്നിട്ട് അതുപോലെ ഒന്നിൽ തട്ടി നിൽക്കും, അല്ലെ താഴോട്ട് പോകും. അതൊരിക്കലും തിളച്ച് തൂവത്തില്ല. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പാല് നല്ലതുപോലെ വെന്ത് തീ ഓഫ് ചെയ്ത ശേഷം ഒരു ഇളം ചൂടോടെ ഏത് പാത്രത്തിലാണോ ഉറയൊഴിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിക്കുക. ഇളം ചൂട്, ഒത്തിരി ചൂടാവല്ലേ, ജസ്റ്റ് ഒരു ചെറു ചൂടോടെ ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അലുമിനിയം പാത്രം അവോയ്ഡ് ചെയ്യുക. കാരണം പുളി ഐറ്റംസ് ഉള്ള ഒന്നും അലുമിനിയം പാത്രം യൂസ് ചെയ്യില്ലെന്നാണ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൻ്റെ സയൻറ്റിഫിക് ലോജിക്കൊന്നും എനിക്കറിയില്ല. അപ്പോൾ അമ്മ പറയുന്നത് ഈ പുളിയുള്ള ഐറ്റംസ് അലുമിനിയം പാത്രത്തിൽ വെച്ചാൽ അത് അലുമിനിയം ഇളകി വരും, അത് ശരീരത്തിന് കേടാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല. അപ്പോൾ സ്റ്റീൽ പാത്രമോ ഗ്ലാസിൻ്റെ പാത്രമോ ഗ്ലാസ് കുപ്പിയോ നല്ല പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഉറയൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എത്രയും കൂടുതൽ ഉറയൊഴിക്കുന്നോ അത്രയും നല്ല തൈര് കിട്ടുമെന്ന്. അത് തെറ്റാണ്. എത്രയും കുറച്ചൊഴിക്കുന്നോ അത്രയും നല്ലത് വരും. എൻ്റെ അനുഭവമാണ്. ഞാൻ 1/2 ലിറ്റർ പാലിന് വെറും 1 സ്പൂൺ നല്ല കട്ട തൈര് ഇടാറുള്ളൂ. ചെറിയ ടീസ്പൂണിന് 1 സ്പൂൺ കട്ട തൈര് ഇടാറുള്ളൂ. നിങ്ങൾക്ക് ഇനി 1 സ്പൂൺ കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഇട്ടോ കുഴപ്പമില്ല, പക്ഷെ 1 മതി. എന്നിട്ട് നല്ലത് കട്ട തൈരായിരിക്കണം. ഈ ഉറയൊഴിക്കുന്ന തൈര് മോശമാണെങ്കിൽ നല്ല തൈര് കിട്ടത്തില്ല. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നിങ്ങൾ നോക്കണം, നല്ല ഈ റബ്ബർ ഷീറ്റൊക്കെ ഉള്ളവരുടെ വീടുകളിൽ അവർക്ക് ഇത് ഞാൻ ഈ പറയുന്ന മനസ്സിലാവും. ഷീറ്റ് ഉറയൊഴിച്ചിട്ട് നല്ലപോലെ ഉറഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പില്ലേ, അതുപോലെ നമ്മുടെ തൈര് ഇരിക്കുന്നത് കാണാം. ഒരു സംശയവും വേണ്ട. പിന്നെ ഒന്നും അറിയാത്ത, പാചകം അറിയാത്ത കുഞ്ഞുങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് മെയിൽ വരുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അവരെൻ്റെ ഈ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇത് തോന്നിയാ ഇപ്പം ചേച്ചി പറഞ്ഞതനുസരിച്ച് തൈരുണ്ടാക്കണമെന്ന് പറഞ്ഞ്
ഇതൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കല്ലേ. കാരണം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടില്ല, തൈരാവില്ല. ഇത് പുറത്ത് തന്നെയാണ് വെക്കണ്ടേ. അത് അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാത്ത പലരും എൻ്റെ ഇതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. വീട്ടിൽ നല്ല കട്ട തൈര് കിട്ടും, ഉറപ്പാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയോ കമൻ്റ് ഇടുകയോ ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ പുതിയൊരു വീഡിയോയുമായി വരാം. എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ പെൻഡിങ് ആണ്. ഞാനത് മറന്നതല്ല, ചീനച്ചട്ടിയുടെ. ഞാൻ അതിൻ്റെ അന്വേഷണത്തിലാണ്. പലരുമായിട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. കുറച്ചൊക്കെ ആൻസർ എനിക്ക് കിട്ടി. എൻ്റെ അടുത്ത പോസ്റ്റ് ചീനച്ചട്ടിയെക്കുറിച്ച് തന്നെയായിരിക്കും, സംശയിക്കേണ്ട. അപ്പം പുതിയൊരു പോസ്റ്റുമായിട്ട് വരുന്നത് വരേക്കും നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക. പുതിയ ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്